ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ മാജിക് ടച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബോക്സ് പ്ലിറ്റ് ഫ്രോക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ബോക്സ് പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ദിശയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് ഞൊറികൾ തൊട്ട് വരുന്ന വിധം ഒരേ വീതിയിൽ തയ്ക്കുന്നതാണ് ബോക്സ് പ്ലിറ്റ്. ഇത് ആദ്യത്തെ ഞൊറി തൊട്ട് നിൽക്കത്തക്ക വിധം അഭിമുഖമായിട്ട് അടുത്ത ഞൊറി ഇടുക, എന്നിട്ട് നമ്മൾ ടാക്ക് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു 1 ഇഞ്ച് നമ്മൾ ഇതിനൊരു സീം അലവൻസ് വിടണം. ഫസ്റ്റ് രണ്ട് സൈഡിലും നമ്മൾ 1 ഇഞ്ച് വീതം ഇടണം. അതിന് ശേഷമാണ് നമ്മൾ നോർമലി മാർക്ക് ചെയ്തിട്ട് പോകേണ്ടത്. എത്രയാണോ നമുക്ക് ആ ഞൊറിവിൻ്റെ ഒരു വീതി വരേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ 2, 4, 6, 8 അങ്ങനെ പോകുന്ന രീതിയിൽ നമ്മൾ ആ തുണിയുടെ അങ്ങ് സൈഡ് വരെ നമ്മളിത് മാർക്ക് ചെയ്യാം. നമ്മൾ നോർമൽ പ്ലീറ്റ് ഇട്ട് ചെയ്യുന്ന അതിനെക്കാട്ടിലും കുറച്ച് തുണി മതി കേട്ടോ ഈ ഒരു ബോക്സ് പ്ലീറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്ലീറ്റ്സ് വെക്കുന്നതെന്ന് നോക്കാം. അവിടെ നമ്മളൊന്നും ചെയ്യരുത്. നമ്മൾ ഈ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമ്മൾ നല്ല വശത്ത് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ 2 മാർക്ക് ചെയ്ത് കൊടുത്താണ് നമ്മൾ ചെയ്തത്. ഇനി 4 മാർക്ക് ചെയ്ത സ്ഥലത്ത് നമുക്ക് ഇതുപോലെ അപ്പുറത്തെ സൈഡിലോട്ടാക്കിയിട്ട് ഉൾവശത്തേക്കാക്കിയിട്ട് നമ്മൾ മടക്കി വെക്കുക. അവിടെ നമുക്കൊന്ന് പിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് സ്പ്ലിറ്റ് ചെയ്യുന്ന രീതി. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് വരിക. ഒരു ബോക്സ് മോഡലായിട്ടാണ് വരിക. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്ലീറ്റ്സും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. രണ്ട് ഇഞ്ച് വീതിയിൽ പ്ലേറ്റ്സ് മതിയെങ്കിൽ നമുക്കത് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതല്ല കുറച്ചുകൂടെ വീതി വേണമെന്ന് തോന്നുകയാണെങ്കിൽ, ഇതിപ്പോൾ തുണി തികയില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പ്ലേറ്റ്സിൻ്റെ വീതി കൂട്ടി കൊടുക്കാം. അപ്പം നമുക്ക് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ തുണിയുടെ നീളം വെച്ചിട്ട് ഈ ഒരു 2 ഇഞ്ച് വീതിയിൽ നമുക്ക് ബോക്സ് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക്
വേണ്ടത്ര അരവണ്ണം നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ വീതി ഒന്ന് കൂട്ടാൻ പോവുകയാണ്. ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. 5 അല്ല, സോറി 4 ഇഞ്ചാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ മെഷർമെൻറ്റ്സ് ആദ്യം മാർക്ക് ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. പ്ലീറ്റ്സ് ഇട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിത് ഫ്രോക്ക് ആയതുകൊണ്ട് നമ്മൾ മുകൾ വശത്ത് യോക്ക് പിടിപ്പിക്കുക ചെയ്യുന്നത്. അതുപോലെ നമ്മളിത് ഫ്രോക്കല്ല, പാവാടയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാറും അതുപോലെ തന്നെ ഹുക്കൊക്കെ പിടിപ്പിക്കാം. അതുപോലെ തന്നെ ഞാനിതിൻ്റെ ഉൾവശത്തോട്ട് നല്ലോണം മടക്കി കൊടുക്കുന്നില്ല. നല്ലോണം മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വിചാരിച്ച അത്ര വീതി നമുക്ക് കിട്ടില്ല. ഒരു പകുതി ഒക്കെ ആയിട്ട് ഞാൻ മടക്കി കൊടുത്തിട്ടുള്ളൂ. നമുക്ക് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാമെന്നുള്ളൊരു ഗുണമാണ് ഈ ഒരു ബോക്സ് സ്പ്ലിറ്റ് കൊണ്ട് നമുക്കുള്ളത്. അപ്പം നമുക്ക് ബാക്കിയുള്ള പ്ലേറ്റ്സും കൂടെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഉള്ളിലോട്ട് മടക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്ത മെഷർമെൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് ഇട്ടില്ല. ഞാനൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വീണ്ടും അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റ്സ് ഉള്ളിലേക്ക് മടക്കി വെക്കുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തും 1 ഇഞ്ച് ഗ്യാപ്പ് മടക്കി വെക്കാൻ, അതുപോലെ തന്നെ ഒരു 4 ഇഞ്ച് പ്ലേറ്റ്സിൻ്റെ വിഡ്ത്തുമാണ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു തുണിയുടെ നീളം നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഒരു ബോക്സ് സ്പ്ലിറ്റ് ഞൊറിയാണ് നമ്മൾ അതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോക്സ് പ്ലീറ്റ് നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്രോക്ക് വേണമെങ്കിൽ ഫ്രോക്ക് ചെയ്യാം, അതുപോലെ തന്നെ പാവാട വേണമെങ്കിൽ പാവാട ചെയ്യാം. പിന്നെ കുറച്ച് പ്ലീറ്റ്സ് മതിയെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മാത്രമായിട്ട് കുറച്ച് ബോക്സ് പ്ലീറ്റ് കൊടുക്കാം. അങ്ങനെ പല മോഡലിലും നമുക്ക് എവിടെയാണോ ഈ ഒരു ബോക്സ് പ്ലീറ്റ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ചെയ്യുന്നത്. നോർമൽ പ്ലേറ്റ്സിൽ നിന്നും ഒരു ഡിഫറൻസ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു സ്യൂട്ടബിൾ മെത്തേഡാണ് ഈ ഒരു ബോക്സ് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ബോക്സ് പ്ലേറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിത് വെച്ചിട്ടുള്ളൊരു ഫ്രോക്ക് നമുക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പാർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ബോക്സ് പ്ലേറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫ്രോക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആവുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണത് ചെയ്യുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ മൊത്തം പ്ലേറ്റ്സും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തം പ്ലേറ്റ്സും ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് 31 എന്താണ് വേസ്റ്റ് സൈസാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് ഒന്നും ഞാൻ പറയുന്നില്ല. ലെങ്ത് നമുക്ക് എത്രയാണോ ആവശ്യിച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് എടുക്കുക. പിന്നെ അപ്പം നമുക്കിത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഞാനിത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഫസ്റ്റ് ഇത് അതുപോലെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിനടുത്ത് കാണുന്ന കൊച്ചു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ.
അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റിച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലീസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താതെ ഒരിക്കലും പോവരുത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ചെയ്യാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്.